ദാറ്റ്സ് ഓൾ. കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്. അത് കേട്ടിട്ടെങ്കിലും രണ്ട് കക്ഷികളൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ദേ ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊല കേസ് വന്നിട്ടേ ജയകൃഷ്ണൻ സാർ അത് എടുത്തില്ല. അതിന് ആ കേസ് രാധിക മേഡത്തിനാണല്ലോ വന്നത്. അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ. അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണൻ സാർ ആദ്യമായി വാദിച്ച കേസിന്റെ കഥ അറിയോ? അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. ഒബ്ജക്ഷൻ. എന്റെ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ? ഇനി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് തുപ്പിയാലുണ്ടല്ലോ. എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ. വാദരോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം. വേറെയും രണ്ട് കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്. അതെ, ആ രണ്ട് കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ജയിലിൽ കിടക്കുന്നതുകൊണ്ടോ? അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ. എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ, അവരു ജയകൃഷ്ണൻ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വില കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല, ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പൊന്നപ്പ, കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരന് ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഈ മുളോണിയും കഴിഞ്ഞു. ഇയാൾ എന്തിനാ അടുക്കളക്കാരും തിരക്കുന്നേ? അടുക്കളക്കാരിയൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിയിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അതങ്ങോട്ട് കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസ് ഉണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും മതം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. ജയകൃഷ്ണ, എന്താ മാവാ? ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളുകളെ വിളിച്ചു കയറ്റുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണ്ടല്ലോ. നാണമില്ലേടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ? അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ആ, ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിനും പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ? ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെത്തണത് എന്റെ. തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ യെസ് യുവർ ഓണർ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ? പോട്ടെ, താങ്കളെങ്കിലും അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? തല്ലാ പൊന്നപ്പ പോട്ടടാ. അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി. എന്താ സാറേ, സാറ് സോറി പറയേ? ആക്ച്വലി സാറിന്റെ കയ്യിൽ നിന്ന് 2 കൂടി വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ, ഇങ്ങനെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ.
പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാഞ്ഞ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ഞാൻ വെള്ളാടിച്ചോട് ചോദിക്കല്ല. നിങ്ങൾ പത്രക്കാർക്ക് എന്റെ അഡ്രസ്സും അപ്പനപ്പന്മാരുടെ പേരും വിവരവും എന്റെ ഫോട്ടോയും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേസ് കൊടുക്കാനാ. കേസോ? ആ അതെ, ഈ റിപ്പോർട്ടിന് ഞങ്ങൾ പത്രക്കാര് കേസ് എന്നാ പറയാറ്. നോ നോ, ഹരിനാരായണനെ കാണാൻ പറ്റില്ല. ഡാക്ടർ, ഞാനൊരു ബുദ്ധിജീവിയാണ്. ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. സത്യത്തിൽ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ? ആണോ? ഹരിനാരായണനെ കാണാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. കാണാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. വ്യക്തമാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ഹലോ പങ്കജാഷൻ. പങ്കജാശൻ ചേട്ടനല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. പങ്കജാഷൻ സാറിന് അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ദൈവമേ, ഞാൻ അത്രക്ക് ഫേമസ് ആണോ? പിന്നെ ആട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങൾ ഇലക്ട്രീഷ്യൻസാ. ഇവിടെ സ്വിച്ച് ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്പ്യാർ സാർ പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോഴല്ല അറിയുന്നത്. നമ്പ്യാർ സാറിനല്ല, അതൊക്കെ അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പങ്കജാക്ഷൻ ചേട്ടൻ അറിയാന്ന്. ഈ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാ പങ്കജാഷൻ സാറേ? ഒരു മിനിറ്റ്. ഈ പ്രാന്തമാർക്ക് ഇതെന്താ പ്രാന്തായോ? എടാ ഭാസ്കരടാ, എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടിയത് ഞാനവിടെ പറ്റിച്ച്. അതിന് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. കഷ്ടം. അവന്റെ കല്യാണത്തിന് അന്ന് അവന്റെ പെണ്ണ് മരിച്ചുപോയി. അന്ന് തുടങ്ങിയത് 3 ചന്ദനത്തിനും കത്തിച്ചുകൊണ്ടുള്ള നടപ്പ്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. വാ. മതി മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവനെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ? താങ്ക് യു മോളേന്ന്. ദാ, ഈ പേജ് കൂടെ ഒന്ന് നോക്കിയേ. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണ. കോബ്ര അല്ല. പോയ്സൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. ഡ്രസ് പോന്നു? കുറച്ച് നേരമേ ഉള്ളൂ. കുറച്ചിങ്ങോട്ട് നീങ്ങിക്കോ. ജേട്ടൻ പുതിയ കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഏയ്, ആര് പറഞ്ഞു? നമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. ആഹാ, രവീന്ദ്രന്റെ. ആ, എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. ഓഹോ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ടത്രേ. ഞാൻ വിചാരിച്ചു ജയേട്ടനാവുന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്ക് കലക്കും. നീ വിചാരിച്ചാലൊന്നും എന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഈ കേസിന്ന് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിനെ വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ടനുമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ BA LLB, അഡ്വക്കേറ്റ് ജയകൃഷ്ണനെ MA LLM. എന്നിട്ട് എന്താ കാര്യം? തെറി ഞാൻ പറയൂ. എടി, നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പൊ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ജയകൃഷ്ണ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ, മിസ്റ്റർ രവീന്ദ്രൻ. നമസ്കാരം. ഞാൻ വെള്ളാടിച്ചോട് പറയില്ല. ഞാനൊരു കോടീശ്വരനാ. എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്. 2 ശാപങ്ങളെ എന്റെ ജീവിതത്തിലുള്ളൂ. അതിലൊന്ന് ഈ മദ്യപാനമാ. രണ്ടാമത്തേത് എന്റെ സഹോദരൻ. താൻ ഭ്രാന്താശുപത്രിയിൽ പോയി കണ്ടില്ലേ, ഹരിനാരായണൻ. ഓ, നമ്മളിതിനു മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. ചിലപ്പോ ഞാൻ വെള്ളം അടിച്ചോണ്ട് തോന്നുന്നതായിരിക്കും അല്ലേ? അതെ അതെ. പക്ഷേ ഇത് ഞാൻ വെള്ളം അടിച്ചോണ്ട് പറയുന്നതല്ല. ഹരിനാരായണൻ ഭ്രാന്തനാ. അവനെ ഭ്രാന്താശുപത്രിയിൽ കടത്തിയിരിക്കുന്നത് ഞാനാ. അവൻ പുറത്തിറങ്ങിയ അതെനിക്ക് ആപത്താ. ജ്യേഷ്ഠൻ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഈ കേസ് കുത്തിപ്പോക്കരുത്. എനിക്ക് കാശിന് ഒരുപാട് ആവശ്യമുണ്ട്. കൊള്ളാം. പക്ഷെ ഈ കേസ് ഞാൻ കുത്തിപ്പോക്കും. വേണ്ട, ആ കേസ് അങ്ങ് വിട്ടേരെ.
ഇല്ലമ്മ, ഞാൻ ആ കേസ് ഏറ്റെടുത്തു പോയി. ഞാൻ മിസ്റ്റർ രവീന്ദ്രന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ജയകൃഷ്ണ കേസെടുക്കുന്നില്ല, മനസ്സിലായോ? അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തില് എന്നെ നിർബന്ധിക്കരുത്. എടോ ജയകൃഷ്ണ, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണം. തന്റെ അമ്മാവനല്ലേ തന്നെ വളർത്തി വലുതാക്കിയത്. അങ്ങേര് പറഞ്ഞാൽ താൻ അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തല്ലി അനുസരിപ്പിക്കും. അയ്യോ, അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആളുകളെ തല്ലിക്കുകയൊക്കെ എന്റെ സ്ഥിരം ഏർപ്പാടാ. എന്നത്തെ എനിക്ക് അറിയാഞ്ഞിട്ടാ. കുടിച്ചാ മൂക്കറ്റ കുടിക്കും, സ്നേഹിച്ചാ മൂക്കറ്റ് സ്നേഹിക്കും, ഉപദ്രവിച്ചാ മൂക്കിടിച്ചു വരുത്തും. എടഞ്ഞാ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ. ആണോ? യെസ്. എങ്കി ഇറങ്ങി പോടോ ചെറ്റെ. എടോ വേണോനെ, താൻ എന്ത് പറഞ്ഞാലും തന്റെയും മരുമകൻ അനുസരിക്കും താൻ വിയം മുഴക്കിയല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഇനിയും ഞാനിവിടെ നിന്നാൽ തന്നെ തന്റെ ഈ മരുമകൻ കുലിച്ചു നിർത്തി പൂട്ടലിനിരിക്കണം ഞാൻ കാണേണ്ടി വരും. ആ വിഷപ്പാറിനെയാണോ താൻ നിയമം പഠിപ്പിച്ചത്? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ വെല്ലം കിടും. അയ്യോ, സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എടാ, എന്നോട് കളിച്ചാലോട്ടല്ലോ. നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്ത് ഞാൻ ഇടിച്ചുടച്ചു കളയും. ഹരിനാരായണൻ തീർത്തും ഒരു മനോരോഗിയാണെന്നും ഒരു കാരണവശാലും അയാൾ പുറത്തു വരാൻ പാടില്ലെന്നും 5 വർഷങ്ങൾക്ക് മുൻപ് കോടതി വിധിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയും സാറേ. എന്തിനെ? സാർ അതൊന്ന് പറയണത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്ന ഹരിനാരായണന്റെ മനോനിലയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്പ്യാർക്ക് തോന്നിയിട്ടില്ല. ഹരിനാരായണൻ ഇപ്പോഴും മനോരോഗി തന്നെയാണെന്ന് ഡോക്ടർ നമ്പ്യാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്നും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടണമെന്നുള്ള ഹരിനാരായണന്റെ വാദത്തിന് പ്രസക്തിയില്ല. സാധാരണഗതിയിൽ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ ഭ്രാന്തുള്ള ഏതൊരാളും പറയാറ്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെ മാനിച്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്പം കൂടി വെള്ളം. കേസ് തള്ളി പോയില്ലേ? വേണ്ട. എടാ ഉണക്കേ, മുഴുവനും തള്ളിയിട്ടില്ല. തള്ളാൻ ഒരു ഇത്തിരി കൂടി ബാക്കിയുണ്ട്. എന്താ കാണണോ? അങ്ങോട്ട് മാറിയിട്ട് കോടതിയിലൊന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. നോ താങ്ക്സ്. ചിലക്കഥ നടക്കടാ. സാറേ, ട്രെയിനിങ് തുടങ്ങാം. ഈ കട്ടൊന്നും അങ്ങോട്ട് പിടിച്ചേൻ, ഐശ്വര്യമായിട്ട് അവിടെ വെച്ചേൻ. ആ ഹരിനാരായണ പ്രാന്താശുപത്രി ചാടിക്കണം. ചാടിക്കണോ? എന്നിട്ട് എന്തിനാ? ഹരിനാരായണൻ വേറൊരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ 3-4 ദിവസം കഴിയും. അവൻ ഒരു കുഴപ്പമില്ലെന്ന് ആ ഡോക്ടർ എഴുതി തരികയും ചെയ്യും. പിന്നെ നീ നോക്കിക്കോടാ, ഈ കേസ് കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. പൊന്നപ്പ, ഏതെങ്കിലും ചായക്കട കാണുമ്പോ നിർത്തണേ. ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കണം. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കണേ, ജയേട്ടനല്ലേ. ജയേട്ടന് ഇഷ്ടമുള്ളവർക്ക് വണ്ടി നിർത്തിക്കോ. ഓക്കേ. എവിടാ പൊന്നപ്പ ചായക്കട? ചായക്കട ഞാനൊന്നും മുള്ളാൻ നിർത്തിയല്ലേ. എന്റെ ഇഷ്ടമില്ല. എന്റെ ഈശ്വര, ഈ പണ്ടാറ എപ്പോ ഇതിനകത്ത് കയറി? ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല? ഇല്ല. ഹലോ, എന്റെ പൊന്ന് സാറേ, എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് എന്നെ കൂടെ രക്ഷപ്പെടുത്ത്. ആണല്ലേ? അതെ. കേസ് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അതെ. ആ, ഇപ്പൊ മുള്ളാൻ വേണ്ടിട്ടില്ലേ വണ്ടി നിർത്തിയത്? അതെ. അപ്പൊ ആദ്യം മുള്ളിൽ ഇറങ്ങട്ടെ. ഇവിടെ നിന്നല്ലേ? ഓ, ഇരുന്ന്.
അതെ നല്ല സ്ഥലം. അതെ മുള്ളാൻ പറ്റിയ സ്ഥലം. ഞാൻ കേറി വണ്ടി മുള്ളടാ മുള്ളിച്ചാവ്. അതെ അയ്യോ എന്നെ കൂട്ടുവോ? ഹലോ